തലച്ചോറിലെ പരിക്ക് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇപ്പം രക്തസ്രാവം ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് സംഭവിക്കുന്നത്? തലച്ചോറിലെ പരിക്കുകൾ നമുക്ക് ഇങ്ങനെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ രോഗിക്കൊരു തലവേദന, വിട്ടുമാറാത്ത തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില വേദനകൾ ചിലതായിട്ട് സാരമായിട്ട് തന്നെ തലച്ചോറിൽ ഇഞ്ചുറി കാരണം ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ രോഗിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. പിന്നെ ഓക്കാനം, ഛർദിൽ അല്ലെങ്കിൽ അപസ്മാരം, ഒരു വശത്ത് എപ്പിലെപ്സി ഫിറ്റ്സ്, പിന്നെ കാഴ്ചയ്ക്കുള്ള മങ്ങൽ, കേൾവിക്കുറവ്, അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു മന്ദത, ഒരു ഡ്രൗസിനെസ്, അഥവാ നമ്മൾ ചിലപ്പോൾ ചെറിയതായിട്ട് തന്നെ ഒരു ഉറങ്ങിപ്പോകുന്നൊരവസ്ഥ, വിട്ടുമാറാത്ത തലവേദന, ഈ ഛർദിൽ, ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറമേ ഇഞ്ചുറി ഇല്ലെങ്കിൽ തന്നെയും ഉള്ളിൽ പരുക്കുകൾ കാരണം ചിലപ്പോൾ തലയോട്ടിയിൽ പൊട്ടൽ കാരണം മൂക്കിൽ കൂടെ ബ്ലഡ് വരാം, ചെവിക്കകത്തൂടെ ബ്ലഡ് വരാം. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ കണ്ണിന് ചുറ്റും ഒരു ചുമന്ന നിറം തലച്ചോറിൻ്റെ അകത്തുള്ള പൊട്ടൽ കാരണം വരാം. അതിന് റക്കൂണൈസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെവിയുടെ പുറകെ ബാറ്റിൽ സൈൻ, അതായത് നമ്മൾ ചെവിയുടെ പുറകെ ഇതുപോലെ രക്തം കലിച്ച് കിടക്കാം. ഇതെല്ലാം തലച്ചോറിൻ്റെ അകത്തുള്ള ഇഞ്ചുറി കാരണം പുറമേ പ്രകടമാക്കുന്ന വ്യത്യാസങ്ങളാണ്. ഒരു രോഗികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിക്ക് വിട്ടുമാറാത്ത തലവേദന, ഛർദിൽ, അപസ്മാരം, ചിലപ്പോൾ ഒരു ബലക്കുറവ് നമുക്ക്, അല്ലെങ്കിൽ അപസ്മാരം, ഇത് പറഞ്ഞ പോലെ ബലക്കുറവും അതുപോലെ ഓർമ്മക്കുറവ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് കണ്ടുവരുന്നത്.